പ്രധാനമന്ത്രി നരേന്ദ്രമോദി 10,800 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് കൊച്ചിയിൽ കേരളത്തിൽ ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിന് വേണ്ടിയുള്ള പദ്ധതികളാണ്. ഇതിൽ പലതും പദ്ധതികളുടെ പൂർത്തീകരണമാണ്, ചിലത് പദ്ധതികളുടെ പ്രവർത്തന ഉദ്ഘാടനം. ഈ പദ്ധതികളൊക്കെ തന്നെ കേരളത്തിന്റെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള വിവിധ മേഖലകളിലെ പദ്ധതികളാണ്. ഇതിനകത്ത് പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ദേശീയപാത, ആ ദേശീയപാതയുടെ 2 ദേശീയപാത വികസന പദ്ധതി 6 വരി പാതയാക്കുന്നതിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചിട്ടുണ്ട്. ഈ ഒരു പദ്ധതി തന്നെ വിളിച്ചില്ല എന്നുള്ളതാണ് കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ആരോപണം. തന്നെ വിളിക്കാത്തത് കേരളത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം താൻ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്, അതുകൊണ്ട് തന്നെ വിളിക്കാത്തത് കേരളത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന് മുഹമ്മദ് റിയാസ് പറയുന്നു. തുടർന്ന് സംസ്ഥാന സർക്കാർ ഈ പരിപാടി ബഹിഷ്കരിക്കാൻ തീരുമാനിക്കാം. അപ്പൊ നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നു. അതേപോലെ തന്നെ മറ്റു ചില മന്ത്രിമാരെയും ക്ഷണിച്ചിരുന്നു. അതിൽ കെ കൃഷ്ണൻകുട്ടിയുണ്ട്, അദ്ദേഹം അസുഖം മൂലം പങ്കെടുക്കുന്നില്ല. അതേപോലെ തന്നെ എം ബി രാജേഷ് ഉണ്ട്, അദ്ദേഹവും പങ്കെടുക്കുന്നില്ല എന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോ തീരുമാനിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാർ തന്നെ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല, അതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിനു ഈ ഒരു ബഹിഷ്കരണത്തിന് കാരണമായിട്ട് അവർ പറയുന്നത് മുഹമ്മദ് റിയാസിനെ വിളിച്ചില്ല എന്നുള്ളതാണ് ഒരു കാരണമായിട്ട് പറയുന്നത്. അപ്പൊ ഇവിടെ മറ്റു പല പ്രശ്നങ്ങളും ഉദിക്കുന്നുണ്ട്. കാരണം ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത് നിരവധി വികസന പദ്ധതികൾ, അതിൽ ഊർജവുമായിട്ട് ബന്ധപ്പെട്ട നിരവധി പദ്ധതികളുണ്ട്. അതേപോലെ തന്നെ ദേശീയപാതയുടെ പദ്ധതികളുണ്ട്. അങ്ങനെ കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട നിരവധി പദ്ധതികൾ, കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് ഇതിനകത്തുള്ളത്. അപ്പം അതിൽ തന്നെ നമുക്കറിയാം 5,500 കോടി രൂപയുടെ BPCL കൊച്ചിൻ റിഫൈനറിയുടെ പോളിപ്രൊപ്പനൈൽ യൂണിറ്റ് ഉദ്ഘാടനമാണ് ഒന്ന്. രണ്ടാമത്തത് കൊല്ലത്ത് വെസ്റ്റ് കല്ലടയിൽ 50 മെഗാവാട്ട് ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതിയാണ്. ഇങ്ങനെയുള്ള പദ്ധതികൾ, ഊർജവുമായി ബന്ധപ്പെട്ട പദ്ധതികളുണ്ട്. അതേപോലെ തന്നെ കാസർഗോഡ് കണ്ണൂർ ദേശീയപാത, അത് വെങ്ങളം ടു രാമനാട്ടുകര വരെയുള്ള കോഴിക്കോട് ബൈപ്പാസ്, ഇതൊക്കെ ഒന്ന് 2,650 കോടി രൂപയുടെ പദ്ധതിയാണ്. മറ്റൊന്നും ഏതാണ്ട് 2,300 കോടി രൂപയുടെ പദ്ധതിയാണ്. അങ്ങനെ ഏതാണ്ട് 10,800 കോടി രൂപയുടെ പദ്ധതികളാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഇവിടെ കേന്ദ്രത്തിലെ ഒരു പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിക്ക് അതിൻ്റെതായ ഒരുപാട് മാർഗ ദർശനങ്ങൾ അല്ലെങ്കിൽ ചട്ടങ്ങളൊക്കെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അത് PMO ആണ് അത് തീരുമാനിക്കുന്നത്. പ്രിൻസിപ്പൽ സെക്രട്ടറി, പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആണ് PMOയെ അദ്ദേഹമാണ് നയിക്കുന്നത്. അപ്പം ഇവരൊക്കെ തന്നെ മുൻകൂട്ടി ഇവർക്കൊക്കെ ക്ഷണക്കത്തുകൾ കൊടുത്തിട്ടുണ്ടാവും എന്നുള്ളത് വളരെ ഉറപ്പാണ്. നമുക്കറിയാം കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഏതെങ്കിലും മന്ത്രിയെ കൂടി പങ്കെടുപ്പിക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് ആവശ്യപ്പെടാമായിരുന്നു. PMOയുടെ ഒരാഴ്ചക്ക് മുമ്പ് തന്നെ ആവശ്യപ്പെട്ടാൽ ഒരുപക്ഷെ അത് പരിഗണിക്കുമായിരിക്കും, അല്ലെങ്കിൽ പരിഗണിക്കില്ലായിരിക്കും. ഏതായാലും 2 മന്ത്രിമാരെ പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ കേരളത്തിലെ വിവിധ വകുപ്പുകൾ നടത്തുന്ന പദ്ധതികളിൽ എല്ലാ മന്ത്രിമാരെയും, കേരളത്തിലെ മന്ത്രിമാരെ ക്ഷണിക്കണം എന്ന് പറയുന്നതിന് യാതൊരു സാങ്കത്യവുമില്ല. ഇനി അഥവാ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യപ്പെടാമായിരുന്നു. അങ്ങനെ ആവശ്യപ്പെട്ടതിന് രേഖാപരമായ യാതൊരു തെളിവുകളുമില്ല. അതായത് മുഹമ്മദ് റിയാസിനെ പങ്കെടുപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടതിന് രേഖാപരമായ യാതൊരു തെളിവുകളുമില്ല. അതേപോലെ തന്നെ ഏറ്റവും രസകരമായ വസ്തുത, സംസ്ഥാന സർക്കാർ ബഹിഷ്കരണം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ താൻ അതിലെ പോവണ്ട എന്ന് തീരുമാനിച്ചിരുന്നതായിട്ട് MP രാജേഷ്, അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, അതൊരു വ്യർത്ഥമായ പരിപാടിയാണ്, എനിക്ക് വേറെ മണ്ഡലത്തിലൊക്കെ പരിപാടിയുണ്ട്, അതുകൊണ്ട് ഞാൻ പോവണ്ട എന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചാണ് MP രാജേഷ് പറയുന്നത്. അപ്പൊ പിന്നെ എന്തിനാണ് ഈ ബഹിഷ്കരണ ആഹ്വാനം? അപ്പൊ കേരളത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഒരു കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ, കാരണം കേരളത്തിലെ ദേശീയപാത വികസനം എന്ന് പറയുന്നത് എന്നും ഒരു കീറാമുട്ടിയായി കിടന്നിരുന്ന വിഷയമാണ്. അത് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്താണെങ്കിലും, പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്താണെങ്കിലും, അതിനു മുമ്പ് ആന്റണി ഭരിക്കുന്ന സമയത്താണെങ്കിലും ഒക്കെ തന്നെ എത്രയോ വർഷമായിട്ട് ദേശീയപാതയ്ക്ക് സ്ഥലമേറ്റെടുത്തിരിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് കൊല്ലം ആലപ്പുഴ ബൈപ്പാസുകൾ 30-35 കൊല്ലമായിട്ട് സ്ഥലമേറ്റെടുക്കുകയും അല്ലെങ്കിൽ പ്രവർത്തനം തുടങ്ങുകയും പൂർത്തീകരിക്കാതിരിക്കുകയും ചെയ്തിരുന്നതാണ് ഈ ബൈപ്പാസുകളൊക്കെ തന്നെ. അതൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ മുൻകൈയെടുത്ത് അത് നടപ്പിലാക്കി. അതുപോലെ തന്നെ ദേശീയപാതയുടെ വികസനം
ദേശീയപാത വികസനത്തെ എതിർക്കുകയാണ് കേരളത്തിലെ പല പാർട്ടികളും ചെയ്തത്. അവരൊക്കെ തന്നെ അതിനെതിരെ സമരം ചെയ്യുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കേന്ദ്ര സർക്കാരിന് റോഡിന് വേണ്ടി ഭൂമി ഉണ്ടാക്കാൻ വേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ ഏറ്റവും അധികം പണം ചെലവഴിക്കുന്നത്. അങ്ങനെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് കേരളത്തിൽ ദേശീയപാത നിർമ്മിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പാത നിർമ്മാണത്തെ പോലത്തെ കാരണം ഒരു ദേശീയപാത എന്ന് പറയുമ്പോൾ റോഡ് വഴിയുള്ള വികസനം വരുന്ന സമയത്ത് നമ്മുടെ സാമ്പത്തിക വികസനത്തിന്റെ ഏറ്റവും വലിയ ആണിക്കല്ലാണ് ഗതാഗതം എന്ന് പറയുന്നത്. ആ ഗതാഗത വികസനത്തോട് മാത്രമേ മറ്റു കാര്യങ്ങളിലേക്കുള്ള വികസനം പോകൂ. അപ്പൊ അങ്ങനെയുള്ളൊരു വികസന പ്രവർത്തനത്തിന്റെ ഒരു ശോഭ കെടുത്താനാണോ മുഖ്യമന്ത്രിയൊക്കെ ശ്രമിക്കുന്നത് എന്ന് ഒരാൾ സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം എന്തിനാണ് അങ്ങനെ റിയാസ് പിടിവാശി പിടിക്കുന്നത്? അപ്പൊ നേരത്തെ തന്നെ കൊല്ലത്ത് ദേശീയപാത നിർമ്മാണം നടക്കുന്ന സമയത്ത് പല സ്ഥലത്തും കാരണം പല കമ്പനികളാണ് അത് പ്രവർത്തനം നടത്തുന്നത്. ദേശീയപാത അതോറിറ്റിയുടെ പൂർണ്ണമായ മാനേജ്മെന്റ് ഉണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ മണ്ണൊക്കെ ആയിരിക്കും. ചില സ്ഥലത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ചില ഇടിഞ്ഞു വീഴലുണ്ടാവും, പൊളിഞ്ഞു വീഴലുണ്ടാവും. അത് മാറ്റും, അല്ലെങ്കിൽ അത് ഉത്തരവാദിയായ കമ്പനിക്കെതിരെ നടപടിയെടുക്കും, ഉദ്യോഗസ്ഥരെതിരെ നടപടിയെടുക്കും. അതൊരു സ്വാഭാവികമായ നടപടിക്രമങ്ങളാണ്. കേരളത്തിലെ കോടിക്കണക്കിന് അല്ലെങ്കിൽ ഇത്രയധികം കിലോമീറ്റർ ദൂരമുള്ള ഈ ദേശീയപാത നിർമ്മാണത്തിൽ 1-2 സ്ഥലത്ത് മാത്രമാണ് ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായത്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് കേരളത്തിലെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ദേശീയപാതയായിട്ട് A to Z ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. അത് കേന്ദ്ര സർക്കാർ ഡിസൈൻ ചെയ്യുന്നു, കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു, കേന്ദ്ര സർക്കാർ പണമിറക്കുന്നു, കേന്ദ്ര സർക്കാർ മാനേജ് ചെയ്യുന്നു, കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നു. ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പരസ്യമായി പത്രസമ്മേളനത്തിൽ പറഞ്ഞ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അപ്പൊ പിന്നെ അദ്ദേഹം ഇനി എന്തിനാണ് ഇങ്ങനെ വേവലാതിപ്പെടുന്നത്? ഇനി അഥവാ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഞങ്ങളെ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ്, അല്ലെങ്കിൽ ദേശീയപാതയുടെ ഭൂമി ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാർ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് ഞങ്ങളുടെ മന്ത്രിയെ കൂടി വിളിക്കണം എന്ന് അദ്ദേഹത്തിന് ആവശ്യപ്പെടാമായിരുന്നു. അദ്ദേഹം അത് ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പൊ നേരത്തെ തന്നെ കൃഷ്ണൻകുട്ടിക്കും MP രാജേഷിനൊക്കെ ക്ഷണക്കത്ത് ലഭിച്ചാണ്. അപ്പൊ റിയാസിന് ക്ഷണിച്ചില്ലെങ്കിൽ റിയാസിന് പറയാമായിരുന്നു എന്നെ ക്ഷണിച്ചില്ല, എന്നെയും കൂടി ഉൾപ്പെടുത്തണം. അല്ലെങ്കിൽ നേരത്തെ തന്നെ അങ്ങനെ ഒരു പദ്ധതി റിയാസിനെ, അദ്ദേഹത്തിന് മരുമനും കൂടിയാണ് റിയാസ് എന്ന് പറയുന്നത്, സാധാരണ ഒരു മന്ത്രിയല്ല. കാരണം അദ്ദേഹത്തിനെതിരെ വലിയ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിരിക്കുകയാണ്. കാരണം റിയാസിനെ പകരം മുഖ്യമന്ത്രിയാക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു. ഇനി അടുത്ത തവണ അധികാരത്തിൽ വന്നാൽ 1 കൊല്ലം മുഖ്യമന്ത്രി അധികാരത്തിരുന്ന ശേഷം അദ്ദേഹം മാറും, റിയാസിനെ മുഖ്യമന്ത്രിയാക്കും. ഇപ്പോഴും കേന്ദ്ര കമ്മിറ്റിയിൽ, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിയിൽ ഒരു ഒഴിവ് ഉണ്ട്. അത് നികത്താതെ കിടക്കുകയാണ്. കാരണം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെയാണ് സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയായിട്ട് പരിഗണിക്കുക. മുഖ്യമന്ത്രിയായിട്ട് പരിഗണിക്കപ്പെടുന്ന കേരളം മുഴുവൻ അംഗീകരിക്കപ്പെട്ടിരുന്ന 2 പ്രമുഖരായ നേതാക്കന്മാരെ അവർ ഒഴിവാക്കിയിരിക്കുകയാണ്. ഒന്ന് അതിൽ പ്രധാനപ്പെട്ടത് KK ശൈലജയെ തന്നെയാണ്. ആ KK ശൈലജയെ എന്തിനാണ് ഒഴിവാക്കിയതെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അവരിപ്പോ പേരാവൂരിൽ മത്സരിപ്പിക്കുന്നു. കാരണം കോൺഗ്രസിന് എത്തിയിട്ട് CPM-ന്റെ ഏറ്റവും ശക്തമായി ഭൂരിപക്ഷമുള്ള, ഏറ്റവും നല്ല ഭൂരിപക്ഷമുള്ള സീറ്റിൽ ജയിച്ച, മട്ടന്നൂരിൽ ജയിച്ച ശൈലജയെ മട്ടന്നൂരിൽ കൊടുത്തില്ലെങ്കിൽ തളിപ്പറമ്പയിലെങ്കിൽ അവരെ സ്ഥാനാർത്ഥിയാക്കാമായിരുന്നു. പക്ഷെ അവരെ കൊടുത്തിരിക്കുന്നത് എവിടെയാണ്? അവരെ കൊടുത്തിരിക്കുന്നത് പേരാവൂരിലാണ്. അവിടുന്ന് വിജയിച്ചു വരാൻ അവർക്ക് കഴിയില്ല. കോവിഡ് വന്ന സമയത്ത് കേരളത്തിൽ ഏറ്റവും അധികം പ്രചരണം നടത്തിയത് കോവിഡ് റാണി എന്ന് പറഞ്ഞ് ശൈലജയായിരുന്നു. അപ്പൊ ശൈലജ അടുത്ത മുഖ്യമന്ത്രിയാകുന്നൊക്കെയുള്ള സംശയം പലരും പ്രകടിപ്പിച്ചിരുന്നു. പക്ഷെ അന്ന് എന്താണ് സംഭവിച്ചത്? എല്ലാ മന്ത്രിമാരെയും മാറ്റി. ഇപ്പൊ ഏറ്റവും സംഭവിച്ചിരിക്കുന്നത് ഒരു മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള പ്രമുഖനായ നേതാവായിരുന്നു AN ഷംസീർ. അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം തലശ്ശേരിയിലും 36,000 വോട്ടിൽ ജയിച്ചിരുന്ന ആളാണ്. ആ സീറ്റ് CPM-ന്റെ മറ്റൊരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന് കൊടുത്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? കാരണം ഒരു മുസ്ലിം മന്ത്രി വേണം എന്നൊരു പരിഗണന വരുന്ന സമയത്ത് തന്റെ മരുമകന് തന്നെ അത് ലഭിക്കണം എന്നുള്ള ഒരു പിടിവാശിയാണ് മുഖ്യമന്ത്രിക്കുള്ളത്. അപ്പം അദ്ദേഹത്തിന് വേണമെങ്കിൽ അത് ആവശ്യപ്പെടാമായിരുന്നു. കേന്ദ്ര സർക്കാരിനോട്, പ്രധാനമന്ത്രി ഓഫീസിനോട് ആവശ്യപ്പെടാമായിരുന്നു. എന്റെ മരുമകനൊന്നും അദ്ദേഹം പറയേണ്ട കാര്യമില്ല. കാരണം കേരളത്തിലെ ദേശീയപാതയെ കൂടി ഉദ്ഘാടനത്തിനകത്തുള്ളത് കൊണ്ട് അദ്ദേഹത്തെ കൂടി ഉൾപ്പെടുത്തണമെന്ന് പറയാമായിരുന്നു. അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല. അപ്പം അദ്ദേഹത്തോട് ഈ ഒരു നിലപാടിന് എതിർപ്പുള്ള ആളുകൾ, BJP ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ഈ കുടുംബക്കാരെ മുഴുവൻ വിളിക്കേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളൊരു മറു ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇലക്ഷൻ വരുന്ന സമയത്ത് സംസ്ഥാന സർക്കാർ നിരവധി ഉദ്ഘാടന പരിപാടികൾ നടത്തുന്നുണ്ട്. അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ മുൻകൈയോടുകൂടി ഒരു ഉദ്ഘാടന പരിപാടി, കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഉദ്ഘാടന പരിപാടി സമയത്ത് അതിനെ അലങ്കോലപ്പെടുത്തുക, അതിന്റെ ശോഭ കെടുത്തുക, അതിനെ ഒരു തർക്ക വിഷയമാക്കി മാറ്റുക എന്നുള്ളൊരു ഗൂഢാലോചനയാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അപ്പൊ അതാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. കാരണം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തിന്റെ വികസനത്തിന് ഏറ്റവും വലിയ
അടിത്തറയായിട്ട് മാറിയതാണ് ദേശീയപാത വികസനം. അതുപോലെ തന്നെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാനുള്ള പദ്ധതികളാണ് മറ്റുള്ളത്. അപ്പൊ ഈ പദ്ധതികൾ വരുന്ന സമയത്ത് അത് ആര് നടത്തുന്നു, അത് സംസ്ഥാന സർക്കാർ നടത്തുന്നോ, കേന്ദ്രം നടത്തുന്നോ, കേന്ദ്രത്തിന് സഹായം സംസ്ഥാനം നടത്തുന്നോ, സംസ്ഥാന സഹായത്താൽ കേന്ദ്രം നടത്തുന്നോ എന്നൊന്നും നോക്കാതെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതിന് പകരം ഇതൊരു വിവാദ വിഷയമാക്കുന്നത് വികസനം ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഭൂഷണമല്ല. ഇതിനൊക്കെ രാഷ്ട്രീയത്തിന് അതീതമായി ഈ വക കാര്യങ്ങളൊക്കെ കാണേണ്ടതാണ് എന്നുള്ളതാണ്. ഒരിക്കലും മുഖ്യമന്ത്രിയെ പോലെ ഒരാൾ, കേരളത്തിന്റെ പരമാധികാരിയായിട്ടുള്ള ഭരണത്തലവനായിട്ടുള്ള മുഖ്യമന്ത്രിയെ പോലെ ഒരാൾ ഈ ചടങ്ങിൽ ബഹിഷ്കരിക്കാൻ പാടില്ല.